ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാബയിൽ എങ്ങനെ സറണ്ടർ ചെയ്യാം, ശരണാഗതി പ്രാപിക്കുക എന്ന് പറയില്ലേ, ബാബയിൽ എങ്ങനെ പരിപൂർണമായും ആശ്രയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം പലരും വിചാരിക്കുന്നത് ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ബാബയുടെ മുൻപിൽ പോയി, ബാബ എനിക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, ഞാനതെല്ലാം ബാബയിൽ അർപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ശരണാഗതി എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അത് ശരണാഗതിയല്ല കേട്ടോ. നമ്മൾ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെയാണ്. ശരണാഗതി എന്ന് വെച്ചാൽ ഞാനൊന്നുമല്ല, നീയാണെല്ലാം എന്നുള്ളൊരു ഭാവം കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ബാബ തന്നെ സായി സച്ചരിത്രയിൽ പറയുന്നുണ്ട്, ഞാനുള്ളപ്പോൾ ഭയം എന്തിനാണ്. അത് മനസ്സിലാക്കുന്നിടത്ത് നമുക്കും ബാബയിൽ പരിപൂർണമായും ശരണാഗതി പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമല്ല നമ്മൾ ബാബയിൽ സർവം സമർപ്പിക്കേണ്ടത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബാബയോട് പറയുക. പറഞ്ഞു കഴിയുന്ന നിമിഷം നമുക്കൊന്നിനെക്കുറിച്ചും ഭയം ഉണ്ടാകാതിരിക്കുക. ആ ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ഓവർ തിങ്കിങ് നമ്മൾ മാറ്റണം. ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മൾ മാറ്റണം. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മാറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഭയങ്ങളും നമ്മൾ ആദ്യം മാറ്റണം. അത് മാറ്റണമെങ്കിൽ നമ്മൾ പരിപൂർണമായും വിശ്വസിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നല്ലതോ മോശമായ കാര്യങ്ങളോ നടക്കുമ്പോൾ അതെല്ലാം ബാബയുടെ തീരുമാനപ്രകാരമാണ്. ഒരു നല്ലത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സറിഞ്ഞ് ബാബയെ നന്ദി പറയാം. ഒരു മോശം സംഭവം, മോശം സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ എന്താണ് വിചാരിക്കേണ്ടത്, ഈ ഒരു മോശം സിറ്റുവേഷൻ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മോശം സിറ്റുവേഷൻ കഴിയുന്ന സമയത്ത് ഇതിലും നല്ലതെന്തോ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയുക, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ബാബയുടെ തീരുമാനങ്ങൾ പ്രകാരമാവട്ടെ. ആ ഒരു ചിന്തയാണ് ശരണാഗതി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം നമ്മുടെ ഡിസിഷൻ അല്ല. നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്, കുറേ ഓവർ തിങ്കിങ് ചെയ്യും, അല്ലാതെ ഭയപ്പെടും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, തൊട്ടടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം. ഈ ഭയം എല്ലാം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ അതിപ്പോൾ ലഭിക്കണം, അല്ലെങ്കിൽ എപ്പോൾ, എങ്ങനെ, ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങൾ. അതൊന്നുമല്ല നമ്മൾ ബാബയിൽ ആശ്രയിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതം നമ്മൾ ബാബയിൽ അർപ്പിച്ചിരിക്കുകയാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ബാബയിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കണം, എങ്ങനെ സംഭവിക്കണം, എല്ലാം ബാബയുടെ തീരുമാനപ്രകാരം നടന്നുകൊള്ളും. സംഭവിക്കുന്നത് എന്താണോ അതെല്ലാം എൻ്റെ നന്മയ്ക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതോ ഭയപ്പെടേണ്ടതോ ആയ യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ള ഒരു ചിന്ത സദാ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഭയം അല്ലെങ്കിൽ വീണ്ടും ഒരു ഓവർ തിങ്കിങ് ഒക്കെ വരികയാണെങ്കിൽ ഉടനെ കണ്ണുകളടച്ച് പറയുക, ബാബ ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെയും ബാബയിൽ പരിപൂർണമായും സമർപ്പിക്കുന്നു. എനിക്ക് നല്ലതെന്താണോ അത് അവിടുന്ന് തീരുമാനിക്കുകയും അതിൻ പ്രകാരം എന്നെ നയിക്കുകയും ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന മാത്രം മതി. ബാക്കിയെല്ലാം ബാബ നമുക്ക് വേണ്ടി ചെയ്തുകൊള്ളും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ബാബയുടെ ഒരു കരുതലോടു കൂടിയായിരിക്കാം, ബാബയുടെ ഒരു പ്രസൻസോടു കൂടിയായിരിക്കും എന്നൊക്കെയുള്ള പരിപൂർണമായ വിശ്വാസമാണ്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അതെല്ലാം ബാബയിൽ സമർപ്പിച്ച് ചെയ്യുക. നമ്മുടെ ഓരോ ചിന്തകളും ബാബയിൽ സമർപ്പിച്ച് ചെയ്യുക. നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും ബാബ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരുപാട് അങ്ങ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ശരണാഗതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൈ പിടിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാറില്ല അമ്മയോട്. എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്ന് കേട്ടേക്കാം. പക്ഷേ ഒരിക്കൽ പോലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പോകുന്ന ഇടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെയാണല്ലോ ഞാൻ പോകുന്നത് എന്നുള്ള ഭയം ഒന്നും ഉണ്ടാകാറില്ല അല്ലേ. പകരം ആ കുഞ്ഞ് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഒരു ഫീലിംഗ് ആയിരിക്കണം നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മളെ കൊണ്ടുപോകുന്നത് ഓരോ നിമിഷവും നമ്മളെ നയിക്കുന്നത് ബാബയാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ സുരക്ഷിതനാണെന്നുമുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നതാണ് ശരണാഗതി.
ശരണാഗതി. അല്ലാതെ നമ്മുടെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ബാബയിൽ അർപ്പിക്കുകയും പ്രോബ്ലംസ് വരുന്ന സമയത്ത് മാത്രം ബാബ എൻ്റെ എല്ലാ പ്രോബ്ലംസും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു, അതെല്ലാം വേണ്ടുന്ന വിധം കൈകാര്യം ചെയ്യണമേ എന്ന് പറയുന്നതല്ല ശരണാഗതി. സദാസമയവും ഭയമില്ലാതെ, കാരണം ബാബ അതിൽ പറയുന്ന ശരണാഗതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്, ആ ഒരു വാക്കായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നത് മോശമായാലും നല്ല കാര്യങ്ങളായാലും ബാബയുടെ തീരുമാനപ്രകാരമാണ്. അത് ആ ഒരു കാര്യം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ നന്മ മാത്രമായിരിക്കും അതിലുണ്ടാവുക എന്ന് പരിപൂർണമായി വിശ്വസിച്ച് ഒരു സിറ്റുവേഷനും നമ്മളെ തളർത്താതെ ഓരോ സിറ്റുവേഷനും ഓരോ സമയം കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിലെ വിശ്വാസവും ക്ഷമയും വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബാബ പറഞ്ഞ ആ ശരണാഗതി, ബാബയിൽ സറണ്ടർ ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധ, സബൂരി രണ്ടും മനസ്സിലോർക്കുക. ഒപ്പം എല്ലാ കർമ്മങ്ങളും ഞാൻ ബാബയെ മുൻനിർത്തിയാണ് ചെയ്യുന്നതെന്നുള്ള പരിപൂർണമായ ബോധ്യം കൊണ്ടുവരിക. ഇതാണ് ശരണാഗതി കേട്ടോ. അപ്പം ഇനി നിങ്ങളെല്ലാവരും കഴിയുന്നതും എല്ലാ സമയത്തും ഓർക്കുക, ബാബ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വലിയൊരു കാവലായിട്ട് ബാബ എപ്പോഴും കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.